പാലക്കാട് അട്ടപ്പാടി കരുവാര ഉന്നതിയിൽ വീടിന്റെ ഭിത്തി തകർന്ന സഹോദരങ്ങൾ മരിച്ച സംഭവത്തിൽ ഗുരുതര ആരോപണവുമായി കുട്ടികളുടെ അമ്മ. പലതവണ ബന്ധപ്പെട്ടിട്ടും വാഹനം കിട്ടിയില്ലെന്ന് അമ്മ ദേവി പറഞ്ഞു. സമയത്ത് വാഹനം കിട്ടിയിരുന്നെങ്കിൽ ഒരാളെയെങ്കിലും രക്ഷപ്പെടുത്താമായിരുന്നു. പ്രൊമോട്ടറെയും മെമ്പറെയും വിളിച്ചിട്ട് ഒരു പ്രതികരണവും ഉണ്ടായില്ല. മടിയിൽ കിടത്തിയപ്പോൾ മൂത്ത മകന് ജീവൻ ഉണ്ടായിരുന്നുവെന്നും ദേവി പറഞ്ഞു. അതിന്റെ മുകളിൽ കുട്ടികൾ കളിച്ചിട്ടുണ്ടായിരുന്നു. അത് പെട്ടെന്ന് പൊട്ടി താഴെ വീണു. കുട്ടിന്റെ കുട്ടികളുടെ താഴെയായിരുന്നു, അതിന്റെ മേലെ ഇതായിരുന്നു. മറ്റേ ഭിത്തി താഴെ പൊട്ടിട്ട് പൊട്ടിയ ശബ്ദം കേട്ടിട്ട് ഞങ്ങളെല്ലാവരും ഓടിപ്പോയി നോക്കുമ്പോൾ ഒരാൾ കുഴപ്പമില്ലായിരുന്നു. ബാക്കി 2 പേരുടെ മേലായിരുന്നു, ഞങ്ങളുടെ കുട്ടികളുടെ മേലായിരുന്നു ഇത് രണ്ടും ഇതൊക്കെ കയറിയിട്ടുണ്ട്. ഒരാളെടുത്ത് നോക്കുമ്പോൾ തന്നെ പോയിട്ടുണ്ട്. മറ്റേ ആൾ കുറച്ചെങ്ങനെ ഉണ്ടായിരുന്നു, പക്ഷെ വണ്ടി കിട്ടാണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. റോഡ് ബ്ലോക്കാണ്, റോഡവിടെ പണിത് കൊണ്ടിരിക്കുക. പിന്നെ പറയാനുള്ളത് എന്താ, ഇതുപോലെ വേറെ ഏത് കുട്ടിക്കും വരണ്ട. വീട് കൊടുത്താൽ വീട് പൂർത്തിയാക്കി കൊടുത്താൽ മതി. പിന്നെ ഈ പകുതി പൈസ കൊടുത്തിട്ട് ഇതുപോലെ വേറെ കുട്ടികളാക്കണ്ട. വീട് കൊടുത്താൽ പൂർത്തിയാക്കണം. ഈ പ്രൊമോട്ടർ വിളിച്ചിരുന്നു നിങ്ങൾ ആ സമയത്ത്? വിളിച്ചിട്ടുണ്ടായിരുന്നു. വണ്ടികളൊന്നുമില്ല. പിന്നെ ആദ്യം വിളിച്ചപ്പോൾ കിട്ടി, അപ്പോൾ വണ്ടിയില്ല, ഇവിടെ വണ്ടിയില്ലെന്ന് പറഞ്ഞു. പിന്നെ വിളിച്ചപ്പോൾ കരുത്ത് പുറത്താൻ അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ അനിയന്മാർ ബൈക്കും പിന്നെ ആ ഏട്ടൻ്റെ ബൈക്കും ഏട്ടന്മാരെ അങ്ങനെ കൊണ്ടുവന്ന് ബൈക്കിലാണ് കൊണ്ടുവന്ന് കിട്ടിയിട്ടില്ല. പിന്നെ അവരെ ബൈക്കിൽ വിട്ടു ഞങ്ങൾ. ഞാൻ ഓട്ടോ കാത്തു നിന്ന്. എനിക്ക് ഓട്ടോ കിട്ടിയതും ഇവരൊക്കെ അതിലെത്തി. പിന്നെ വരുമ്പോഴേക്കും ടൈമായി. ഇപ്പോൾ പോകുമ്പോൾ പിന്നെ വന്ന് നോക്കുമ്പോൾ എല്ലാം കഴിഞ്ഞു. വലിയവനൊക്കെ അനക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ അമർത്തുമ്പോൾ ശ്വാസമൊക്കെ വിടുന്നുണ്ട്. പിന്നെ ഇങ്ങനെ സംസാരിക്കാൻ ഇങ്ങനെ വായൊക്കെ അനക്കുന്നുണ്ട്, പക്ഷെ സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പെട്ടെന്ന് കൊണ്ടുവന്ന് വണ്ടിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, ചിലപ്പോൾ ജീവനുണ്ടായിരിക്കും ഒരാളെങ്കിലും. വാഹനം കിട്ടാത്തതിനാൽ സ്കൂട്ടറിലാണ് ഈ കുഞ്ഞുങ്ങളെ ആശുപത്രിയിൽ കൊണ്ടുപോയത്. 7ഉം 4ഉം വയസ്സുള്ള സഹോദരങ്ങൾ ആദിയും അജ്നീഷുമാണ് ഇന്നലെ അപകടത്തിൽപ്പെട്ടത്. പ്രജിത്ത് കോങ്ങാട് വിവരങ്ങളുമായി. പ്രജിത്ത്, അത്യന്തം ദാരുണമായൊരു പ്രതികരണമാണ് അമ്മയിൽ നിന്ന് കേട്ടത്. 4ഉം 7ഉം വയസ്സുള്ള 2 കുഞ്ഞുങ്ങളാണ് പോയത്. നമ്മുടെ ഇപ്പോൾ തിരുവനന്തപുരത്തോ മറ്റെവിടെയെങ്കിലുമോ ഇങ്ങനെ നടക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കോടികൾ ആദിവാസികളുടെ ക്ഷേമത്തിന് വേണ്ടി ശതകോടികൾ ചെലവിട്ട ഒരു നാട്ടിലാണ് ഒരു അമ്മയ്ക്ക് ഇങ്ങനെ ഒരു കാര്യം പറയേണ്ടി വരുന്നത്. നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്, ഈ അപകടം നടന്ന എത്ര സമയത്തോളം ഇവരിങ്ങനെ കുഞ്ഞുങ്ങളെ ആശുപത്രിയിൽ കൊണ്ടുപോകാനായ ഒരു താമസമൊക്കെ വന്നിരുന്നു? അപ്പോൾ ഈ കരുവാരകുണ്ട് ഊര് എന്ന് പറഞ്ഞത് മുക്കാലിൽ നിന്ന് ഒരു വനത്തോട് ചേർന്ന ഊരാണ്. അവിടെ വാഹനങ്ങൾ എത്തിപ്പെടുക എന്നത് ബുദ്ധിമുട്ടാണ് എന്ന് പക്ഷെ അതിലെ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ 2016 വീട് പണി തുടങ്ങിയിട്ട് ഇന്നേ വരെ ആ വീട് പൂർത്തിയാക്കിയിട്ടില്ല. ആ വീടിന് സമീപം സ്ഥിരം കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. മഴ പെയ്ത് ആ വീടിന്റെ ബലക്ഷയം സംഭവിച്ചിട്ടുണ്ട്. ആ സംഭവിച്ച ശേഷം പിന്നെയും കുട്ടികൾ കളിച്ചിട്ടാണ് അതിന്റെ സൺസൈഡിന്റെ സ്ലാബാണ് പൊട്ടി വീഴുന്നത്. അതായത് എല്ലാ ആദിവാസി ആൾക്കാർക്കും വീട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്ന സർക്കാർ ഉള്ള സമയത്താണ് ഇങ്ങനെ ഒരു അനാസ്ഥ നടന്നിരിക്കുന്നത്. അതിനുശേഷം ഈ 2 കുട്ടികൾ അതിന് അടിയിൽപ്പെട്ട് മരിക്കുകയുണ്ടായി. ഫസ്റ്റ് അപകടം നടന്ന ശേഷം തന്നെ കുട്ടിയുടെ അമ്മ ഈ വാർഡ് മെമ്പറെയും പ്രൊമോട്ടറെയും വിളിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ഫോൺ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അത് മാത്രമല്ല, ഫോൺ എടുക്കുന്നില്ല എന്നും പറയുന്നു. അത് കഴിഞ്ഞ് ഒരു കുട്ടിക്ക് ജീവൻ ഉണ്ടായിരുന്നു. ആ കുട്ടിയെ സ്കൂട്ടറിലാക്കിയിട്ടാണ് ഇത്രയും ദൂരം, ഏകദേശം ഒരു 15-20 കിലോമീറ്റർ ഉണ്ട്, ഈ അഗളി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നത്. ആ ഹോസ്പിറ്റലിലേക്ക് ആ പരിക്ക് പറ്റിയ കുട്ടിയെ ബൈക്കിൽ ഇരുത്തിയിട്ടാണ് കൊണ്ടുവന്നത്. അതും ഗൗരവമായി കാണുന്നതുണ്ട്. ശ്രീജ, ഇപ്പോൾ മണ്ണാർക്കാട് MLA ശ്രീ N. ഷംസുദ്ദീൻ MLA ടെലിഫോൺ ലൈനിലൂടെ. ശ്രീ N. ഷംസുദ്ദീൻ, ആ കുഞ്ഞുങ്ങളുടെ അമ്മയുടെ വാക്കുകൾ കേട്ടിട്ട് സത്യം പറഞ്ഞാൽ പ്രതികരിക്കാൻ ശബ്ദം പുറത്തു വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം അതിദാരിദ്ര്യരില്ലാത്ത ഒരു നാടാണല്ലോ നമ്മുടെ കേരളം. ഇപ്പോൾ അങ്ങനെ ഒരു നാട്ടിലാണ് 2016 പണി തുടങ്ങി ഏതാണ്ട് 9 വർഷം കഴിഞ്ഞ് 10 വർഷമാവുമ്പോഴും പൂർത്തിയാകാതെ കിടക്കുന്ന ഒരു വീടിൻ്റെ സ്ലാബ് ഇടിഞ്ഞ് വീണ് 2 പിഞ്ചു കുഞ്ഞുങ്ങൾ അതിനടിയിൽപ്പെട്ട് മരിക്കുന്നത്. ആ കുഞ്ഞുങ്ങളെ ആശുപത്രിയിൽ എത്തിക്കാൻ ഒരു സംവിധാനം പോലും അവിടെ ഇല്ലായിരുന്നു. വിളിച്ചിട്ട് പ്രൊമോട്ടറെ കിട്ടിയില്ല, പരിധിക്ക് പുറത്തായിരുന്നു, വാഹനം ഇല്ലെന്ന് പറഞ്ഞു. അവസാനം ബൈക്കിൽ ഈ കുഞ്ഞുങ്ങളെ ആശുപത്രിയിൽ എത്തിച്ചു. നമ്മുടെയൊക്കെ വീട്ടിലാണെങ്കിൽ, നമ്മുടെയൊക്കെ നാട്ടിൽ ഇത് നടക്കുമോ? അല്ല, ഈ സംഭവം വളരെ ദാരുണമാണ്, ദയനീയമാണ്. പിന്നെ അതുമായി ബന്ധപ്പെട്ട കുറെ ഘടകങ്ങളുണ്ട്. ഒന്ന്, ആ വീട് അങ്ങനെ പണി പൂർത്തിയാകാതെ അൺഫിറ്റായിട്ട്
കിടക്കുന്ന വീട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അതിനുള്ള അവസരം ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു. അത് പൊളിഞ്ഞു വീഴാനും അപകടം സംഭവിക്കാനും സാധ്യതയുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്തിട്ട് അത് നീക്കം ചെയ്യണമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചപ്പോൾ അത് 2015-16 ഒരു സ്കീമിലാണ് ഈ വീട് അനുവദിച്ചത്. അവർക്ക് പിന്നെ കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ട്, എന്നാൽ പൂർണ്ണമായും കൊടുത്തിട്ടില്ല. അതിനെന്താണ് കാരണം എന്ന് അന്വേഷിച്ചപ്പോൾ ഓരോ സ്റ്റേജ് ലെവൽ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് പണം കൊടുക്കുന്നത്. അത് പിന്നെ 4.5 ലക്ഷം രൂപ കൊടുക്കേണ്ടിടത്ത് 3 ലക്ഷത്തോളം രൂപ ഈ പാർട്ടിക്ക് കൊടുത്തിട്ടുണ്ട്, ഫാമിലിക്ക് കൊടുത്തിട്ടുണ്ട് എന്നാണ് റെക്കോർഡിൽ കാണുന്നത്. പക്ഷെ അതിലൊക്കെ പറ്റിയ ഒരു വീഴ്ച എന്ന് പറയുന്നത് അത് ഈ ഗുണഭോക്താവിന് പണം നേരിട്ട് കൊടുക്കാതെ അത് ഡിപ്പാർട്ട്മെന്റ് തന്നെ നിർമ്മിച്ച് ശരിക്ക് താക്കോല് കൈമാറുകയാണ് പ്രത്യേകിച്ച് ഈ ഗോത്രവർഗക്കാരുടെ കാര്യത്തിൽ ചെയ്യേണ്ടിയിരുന്നത്. അത് ചെയ്യാതെ പോയി. അങ്ങനെ ഇൻകംപ്ലീറ്റഡ് ആയിട്ട് കിടക്കുന്ന കുറെ വീടുകൾ പല ഊരുകളിലുമുണ്ട്. ഇത് ഞാൻ പലതവണ ഡിപ്പാർട്ട്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. അതെല്ലാം കൂടി കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു സ്കീം ഉണ്ടാവണമെന്ന് 2016-17 തൊട്ടേ പറയുന്നതാണ്. പക്ഷെ അതില് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് അതിൽ വേണ്ടൊരു ജാഗ്രത ആ കാര്യത്തിൽ കാണിച്ചില്ല. പിന്നെ ഈ വാഹനമില്ലാത്ത വിഷയം എന്നൊക്കെ പറയുന്നത് ഇത് ഒരു ഫോറസ്റ്റിനോട് ചേർന്ന് ഉൾപ്രദേശത്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. അങ്ങോട്ട് ഫോറസ്റ്റിലൂടെ വലിയ തോതിലുള്ള റോഡ് വെട്ടാൻ കഴിയില്ല. അത് നിയമപരമായി അതിന് പ്രയാസമുണ്ടല്ലോ. എന്നാലും അങ്ങോട്ട് വാഹനം പോകുന്ന റോഡുണ്ട്. അതിന്റെ പരിസരത്ത് ആംബുലൻസ് അവൈലബിൾ ആയിക്കൊള്ളുന്നില്ല. ആംബുലൻസ് ഒന്നും വേണ്ട ശ്രീ ശംസുദ്ദീൻ. ഒരു വിളിച്ചാൽ കിട്ടുന്ന ഒരു വാഹനം, വിളിച്ചാൽ കിട്ടുന്ന ജീപ്പുകൾ ഉണ്ട്, അവിടെ ജീപ്പ് സർവീസും ഉണ്ട്. അത് എന്ത് പറ്റിയതാണെന്ന് ആ സമയത്ത് അവർക്ക് ചെയ്യാനാവുന്നത് സ്വാഭാവികമായിട്ടും അവർക്ക് ചെയ്യാനാവുന്നത് മെമ്പറെ വിളിക്കുക, അല്ലെങ്കിൽ അവിടുത്തെ പ്രൊമോട്ടറെ, ട്രൈബൽ പ്രൊമോട്ടറെ വിളിക്കുക എന്നതാണ്. ഈ 2 പേരെയും അവർ വിളിച്ചു നോക്കി. അതല്ലാതെ 2 കുഞ്ഞുങ്ങൾ അങ്ങനെ മുന്നിൽ കിടക്കുമ്പോൾ അവരെന്ത് ചെയ്യും? അവർക്ക് വണ്ടി വിളിക്കാൻ ഓടാൻ പറ്റുമോ? ഇതൊക്കെ നമ്മൾ അവരും കൂടി ഉൾപ്പെടുന്നതാണല്ലോ നമ്മുടെ കേരളം. നമുക്ക് അല്ലേ അങ്ങനെ അവരെ അവിടെ ഉള്ളിലാണ്, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ സംവിധാനങ്ങളില്ലെന്നൊന്നും പറഞ്ഞ് നമുക്ക് എഴുതി തള്ളാൻ കഴിയുന്ന ആ ഉത്തരവാദിത്വം നമുക്ക് കൈയൊഴിയാൻ പറ്റില്ലല്ലോ. 4-7 വയസ്സുള്ള 2 കുഞ്ഞുങ്ങൾ കണ്ണിന്റെ മുമ്പിൽ കിടന്ന് ചതഞ്ഞു മരിക്കുന്ന ഒരു അമ്മയുടെ അവസ്ഥ എന്തായിരിക്കും? അല്ല, അതെ, വളരെ വേദനാജനകമാണ് ഈ സാഹചര്യം. ഇതിപ്പോ നമ്മൾ ഓരോ വിഷയങ്ങൾ ഉണ്ടാവുമ്പോഴാണ് ഇത്തരം ഈ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരുമ്പോഴാണ് അതിന്റെ ഗൗരവം പറയാം. പക്ഷെ ഇത് ഒക്കെ മുൻകൂട്ടി കാണാൻ അതിനവിടെ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ ഉണ്ട്, അതിനൊരു ഓഫീസുണ്ട്, ITDP എന്ന് പറഞ്ഞിട്ട് ഒരു സംവിധാനം അവിടെ ഉണ്ട്. ആ ഉദ്യോഗസ്ഥന്മാർക്ക് അല്ലെങ്കിൽ ആ സംവിധാനത്തിന് കഴിയാതെ പോകുന്നത് വലിയൊരു വീഴ്ച തന്നെയാണ്. ഇത് നമ്മൾ പലതവണ ചൂണ്ടിക്കാണിച്ചതാണ്. ഇത് എത്രത്തോളം വീടുകളുണ്ട് ഈ സമാനമായ അവസ്ഥയിൽ? ഈ ITDP പദ്ധതി പ്രകാരം അന്ന് ITDP ഉന്നതിയിൽ എത്രത്തോളം വീടുകളുണ്ട് ഈ തരത്തിൽ? 100 കണക്കിന് വീടുകൾ വിവിധ ഊരുകളിലായിട്ടുണ്ട്, വിവിധ ഉന്നതികളിലായിട്ടുണ്ട്. അവിടെ 3-4 ഉള്ളൂ. പിന്നെ വേറെ ഈ സ്ഥലത്ത് ഇതുപോലെ ഉണ്ട്. അതായത് ഈ സ്റ്റേജ് ലെവൽ പൈസ കൊടുക്കുമെന്ന് പറയും. അത് സ്റ്റേജ് കംപ്ലീറ്റ് ആകാൻ ചിലപ്പോൾ ഈ ഗുണഭോക്താവിന് കഴിയില്ല. അവരുടെ കിട്ടുന്ന പണം വേറെ നിലക്ക് വകമാറിയിട്ടൊക്കെ ചെലവഴിക്കപ്പെടാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ശരിക്കും ഡിപ്പാർട്ട്മെന്റ് തന്നെ നിർമ്മിച്ച് കൈമാറണം. പിന്നെ ചില പറ്റിക്കപ്പെട്ട കേസുകളുണ്ട്. ഈ ആദിവാസികൾക്ക് കൊടുത്ത പണം പ്രാദേശിക കരാറുകാരെ ഏൽപ്പിച്ചിട്ട് അവർ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാത്ത ചില പ്രശ്നങ്ങളും ഉണ്ട്. അപ്പൊ അതിനൊക്കെയുള്ള പരിഹാരം എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് തന്നെ വീട് നിർമ്മിച്ച് താക്കോല് കൈമാറുന്ന സ്ഥിതിയാണ് ഉണ്ടാവേണ്ടത്. ഇത് ഞാൻ ആദ്യം മുതലേ പറയുന്നതാണ്, ഈ രീതിയിലെ ഈ വീടുകൾ നിർമ്മിക്കാവൂ. പക്ഷെ പണം നേരിട്ട് ഗുണഭോക്താവിന്റെ അക്കൗണ്ടിലേക്ക് കൊടുക്കുന്നു. അത് പലപ്പോഴും ഈ പറഞ്ഞ അവസ്ഥയിലാണത് അവസാനിക്കുക. നമുക്ക് എല്ലാവർക്കും പാർപ്പിടവും എല്ലാവർക്കും ഭക്ഷണവും ഒക്കെ ഉറപ്പായാലാണ് നമ്മുടെ നാട് അതിദാരിദ്ര്യം അല്ലാത്തൊരു നാടായി മാറുന്നതല്ലേ? അതെ, തീർച്ചയായിട്ടും. അല്ല, അതിലൊക്കെ ഞങ്ങൾക്ക് വേറെ അഭിപ്രായമുണ്ട്. കാരണം അതിദാരിദ്ര്യം ഇല്ലാത്ത സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചത് വലിയ അബദ്ധമാണ്. കേന്ദ്ര ഫണ്ടുകൾ പോലും നമ്മുടെ റെക്കോർഡ് പ്രകാരം അതിദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമല്ലേ. ആ നിലക്കാണ് നമ്മൾ പരിഗണിക്കപ്പെടുക. പക്ഷെ നമ്മുടെ ഗ്രൗണ്ട് റിയാലിറ്റി ഇതാണ്. ശ്രീ ശംസുദ്ദീൻ, ഇപ്പോൾ ആ വാർഡിലെ മെമ്പറായ ബിന്ദു കൂടിയുണ്ട്. ഞാൻ ബിന്ദുവിനോടൊന്ന് സംസാരിക്കുന്ന അങ്ങ് കൂടി കേൾക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീമതി ബിന്ദു, ഇന്നലെ എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ ഈ കുട്ടികളുടെ അമ്മ പറയുന്നത് മെമ്പറേയും വിളിച്ചിരുന്നു, പ്രൊമോട്ടറേയും വിളിച്ചിരുന്നു, ആരുടെയും ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ഉണ്ടായില്ല. ഒരു വണ്ടി കിട്ടിയിരുന്നെങ്കിൽ ഒരു കുഞ്ഞിനെങ്കിലും രക്ഷപ്പെടുത്താമായിരുന്നു എന്നാണ് പറയുന്നത്. എന്നെ വീട്ടുകാരല്ല വിളിച്ചിരിക്കുന്നത്, എന്നെ ആശാപ്രവർത്തകർ വിളിച്ചിരുന്നു. പക്ഷെ അന്നേരം ഞാൻ വേറൊരു പരിപാടിയിലായിരുന്നു. ഫോണ് ഞാൻ പിന്നെ വീട്ടിൽ തന്നെയായിരുന്നു, വേറെ ഭാഗത്തായിരുന്നു ഫോൺ വെച്ചായിരുന്നത്. ഞാൻ തിരിച്ചു വന്ന് ആശാപ്രവർത്തകരെ വിളിച്ചു നോക്കുമ്പോൾ അവര് കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ പഞ്ചായത്തിൽ നമുക്ക് പൈസ പിന്നെ ആശാപ്രവർത്തകരുടെ ചേച്ചിയാണ്,
അപ്പൊ അവരെന്നെ വിളിച്ച് ഇങ്ങനെ സംസാരിച്ചു, അത് എത്രയും പെട്ടെന്ന് നടന്ന് എത്തിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയായിരുന്നു. ഇവിടെ സാധാരണഗതിയിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഒരു വണ്ടിയൊക്കെ കിട്ടാനുള്ള ഒരു സ്ഥലമാണോ? വണ്ടി ഉള്ള ഏരിയയാണ് ഈ ഉന്നതി. ജീപ്പൊക്കെ പോകുന്ന ഏരിയ അല്ലേ ബിന്ദു? അതെ 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 അതെ. അപ്പൊ ഇന്നലെ ജീപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ലേ ആ ഭാഗത്ത്? ഇല്ല, ഇന്നലെ സൈഡിൽ വലിയ ഓട്ടോ ഉള്ളതുകൊണ്ട് ജീപ്പുകളൊക്കെ അങ്ങോട്ട് പോയിരുന്നു. പിന്നെ അവര് വിളിച്ച ഓട്ടോകളൊക്കെ പിന്നെ ഓരോ ഭാഗത്തായിരുന്നു. അവര് ഇതുപോലെ ഓട്ടം പോയിരിക്കുകയായിരുന്നു. അവിടുന്ന് ആശുപത്രിയിൽ എത്തണമെങ്കിൽ എത്ര സമയം വേണം? ഏകദേശം 3/4 മണിക്കൂർ. 3/4 മണിക്കൂർ. കൽക്കണ്ടി അകലെ ആശുപത്രിയിൽ എത്തുകയാണെങ്കിൽ മാത്രം, കൽക്കണ്ടിക്കാണെങ്കിൽ അത്രയും വേണ്ട. ഇതിപ്പോ വലിയ സങ്കടമാണ് ഈ വീട് ഇങ്ങനെ നിൽക്കുന്നത്. ഇപ്പം എൻ ഷംസുദ്ദീൻ MLA കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. MLA കേൾക്കുന്നുണ്ട് ബിന്ദു പറയുന്നത്. ഇതൊക്കെ ശ്രദ്ധപ്പെടുന്ന കാര്യങ്ങളല്ലേ ബിന്ദു? ഇതിങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാൻ നിൽക്കുന്നതൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്ന കാര്യങ്ങളല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് അതിലൊരു ശ്രദ്ധയില്ലാണ്ട് പോയത്? അങ്ങനെയല്ല, ഇവർക്ക് ഫണ്ട് നമ്മളാൽ കൊടുക്കുന്ന ഫണ്ടുകൾ ഫുള്ളും കൊടുത്തു. 2015-16 കാലഘട്ടത്തിലുള്ള വീടാണ്. ഇവര് മെയിൻ വാർത്തയുള്ള കാശ് വരെ വാങ്ങിച്ചെടുത്തു. അതിനുള്ള ഫണ്ട് എടുത്തിട്ടുണ്ട്. അതെ, പക്ഷെ എന്നാൽ ഈ അപകടകരമായ സാഹചര്യത്തില് ഒരു കുടുംബം താമസിക്കുന്നുണ്ടെങ്കിൽ അതൊരു മെമ്പർ എന്ന നിലയിൽ ബിന്ദുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇതിങ്ങനെ ഒരു അപകടകരമായിട്ടാണ് ഈ സാധനം നിൽക്കുന്നതെന്ന് ശ്രദ്ധപ്പെടണ്ടേ? കുട്ടികളൊക്കെ ഉള്ളതല്ലേ? ഇതുവരെ ഇത്രയും പ്രശ്നം തോന്നിയില്ല. ആ പരിസരത്ത് എല്ലാവരും അതിന് മുകളിൽ കയറി കളിക്കാറുണ്ട് എന്നാ പറയണേ. കുട്ടികളൊക്കെ ആ പരിസരത്ത് തന്നെ കയറി കളിക്കണെന്നാ പറഞ്ഞേ ഞാൻ അന്വേഷിച്ചപ്പോ. പക്ഷെ അത് വാർത്ത കഴിയാതെ നമുക്ക് അടുത്ത ഫണ്ട് ഇവര് കൊടുക്കൂലല്ലോ. പിന്നെ ATST ആയിരുന്നു. അതെ, അതിന് പിന്നെ ATSTന്റെ ഫണ്ട് നിർത്തിപ്പോയിരുന്നു. ഇവരിപ്പോ താമസിക്കുന്ന സ്ഥലം എനിക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഒരു ഷെഡിലാണ്